ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പൊറോട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമ്മുടെ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനമാണ് പൊറോട്ട. അപ്പം നമ്മൾ എപ്പോഴും കടയിൽ നിന്നാണ് പൊറോട്ട വാങ്ങിച്ച് കഴിക്കുക. നമ്മൾ വീശി അടിക്കാതെ തന്നെ നല്ല ലെയർ ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നിമിഷങ്ങൾക്ക്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു 5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനാവശ്യത്തിന് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഷുഗറും എടുത്തിട്ടുണ്ട്. ഒരു 2 മുട്ടയും കൂടി ഇട്ടു. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും, മുട്ടയാണെങ്കിലും ഉപ്പാണെങ്കിലും പഞ്ചസാര എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കിയെടുക്കാം. എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ഒരുമിച്ച് വെള്ളം എടുത്ത് ഒഴിക്കരുത്. ഒരുമിച്ച് വെള്ളം എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ഒത്തിരി ലൂസായി പോകും. നമുക്കൊരു ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിന് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പൊ ഞാനിവിടെ വെള്ളം കുറച്ച് ഒഴിച്ച് ദാണ്ട ഈ രീതിയിൽ ഒന്ന് കുഴച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, കുറച്ച് വെള്ളം ഉപയോഗിക്കുന്നത്. ഈ രീതിയിൽ നിങ്ങളൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഒത്തിരി നമ്മൾ കുഴച്ചെടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ. അപ്പൊ കുറച്ചൊന്ന് നല്ല രീതിയിൽ ഞാനൊന്ന് കുഴച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ എണ്ണ കയ്യിലൊന്ന് ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് നല്ലതുപോലെ ഇടിച്ചമക്കി ഒന്ന് കുഴയ്ക്കാന്ന് പറയില്ലേ, അതേപോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക്. കണ്ടില്ലേ, ഞാൻ കുഴച്ചെടുത്തൊന്ന് പൊത്തി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു വെള്ള തുണി എടുത്തുകൊണ്ട് വന്നു. അതിൽ ഞാനൊന്ന് നനച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നനച്ചിട്ട് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാവിന്റെ മുകളിൽ ഒന്ന് കവർ ചെയ്ത് കൊടുത്തു. ഈ രീതിയിൽ ഒരു 30 മിനിറ്റ് നമുക്ക് കവർ ചെയ്ത് അങ്ങനെ വെച്ചേക്കാം. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കാം എങ്ങനെയായിട്ടുണ്ട്. പൊങ്ങിയൊന്ന് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് മയപ്പെടുത്താൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഉപയോഗിച്ച് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ടൊന്ന് മയപ്പെടുത്തിയെടുക്കാം. കണ്ടില്ലേ, കൗണ്ടർ ടോപ്പിൽ ഇടുന്നതിന് മുമ്പ് 1 സ്പൂൺ എണ്ണ നന്നായിട്ടൊന്ന് തേച്ചതിന് ശേഷം കൗണ്ടർ ടോപ്പിൽ ഇടണം. ഞാൻ ഓർക്കാതെ ആദ്യം തന്നെ എടുത്തിട്ടത് കൊണ്ട് എൻ്റെ മാവ് കൗണ്ടർ ടോപ്പിലേക്ക് ഒന്ന് ഒട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പൊ എണ്ണ തേച്ച് നല്ല എല്ലാ കൗണ്ടർ ടോപ്പിൽ നല്ല എണ്ണ തേച്ചതിന് ശേഷം നമ്മുടെ മാവ് എടുത്ത് വെക്കുകയാണെങ്കിൽ ഒട്ടി പിടിക്കില്ല. ഇനി നമുക്ക് ഒരു ചെറിയ ഉരുളകളാക്കി എടുക്കാം. അപ്പൊ എത്ര എണ്ണം ഉണ്ടാക്കാന്നുള്ള ഒരു ഐഡിയ വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് എടുത്തിടാം. അപ്പൊ ഞാനെല്ലാം ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. കടയിൽ കണ്ടിട്ടില്ല, അവർ ഒരു ഉരുളക്കകത്തേക്ക് കയറ്റിയിട്ട് ഇങ്ങനെ എടുക്കുന്ന ആ ഒരു രീതിയിൽ ഞാൻ എടുത്തു വെച്ചേക്കുന്ന ഉരുള റെഡിയാക്കി എടുക്കുകയാണ്. ഒന്നുകൂടി അതിനുള്ളിലേക്ക് ഇങ്ങനെ 3-4 കൈ ഇങ്ങനെ കയറ്റിയാൽ മതി. അപ്പം തന്നെ അതൊരു ബോൾ ഷേപ്പിലേക്ക് കിട്ടും. അതിനുശേഷം ഞാൻ ഓരോന്നിൻ്റെ മുകളിൽ ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൗണ്ടർ ടോപ്പിൽ നന്നായിട്ടൊന്ന് എണ്ണ പരത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓരോ ഉരുളകളെടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ നന്നായി എണ്ണ ഉപയോഗിക്കണം, എന്നാലേ നല്ല തിന്നായി കിട്ടുള്ളൂ. കണ്ടില്ലേ, നമ്മുടെ ചപ്പാത്തി പരത്തുന്ന ആ സ്റ്റിക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം നമുക്ക്. അതുകൊണ്ട് ഈ രീതിയിൽ ഞാൻ പരത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം നല്ല തിന്നാക്കാവോ അത്രത്തോളം തിന്നാക്കി പരത്തണം. അതിനുശേഷം നമ്മളൊരു കത്തി വെച്ച് ഇതേപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. ഏറ്റവും നല്ല ചെറുതായിട്ട് വരയുന്നതായിരിക്കും നല്ല. ഒത്തിരി വലുതായി കഴിഞ്ഞാൽ നമ്മുടെ ലെയർ വരുമ്പം അത്രയും ഇതായിട്ട് കിട്ടില്ല. അപ്പൊ ഇത്രത്തോളം ചെറുതായിട്ട് വരഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മൾ അതിന് മുകളിൽ ഓയിൽ ഒഴിച്ച് എന്നിട്ട് ഇതേപോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം നമ്മുടെ 3 വിരലെടുത്ത് അതേ രീതിയിൽ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇതേപോലെ 3 വിരലെടുക്കുക. ഇങ്ങനെ ചുറ്റി എടുത്ത് ഇതാക്കിയെടുക്കുക. എന്നിട്ട് അതൊന്ന് മാറ്റി വെച്ച് അതിന് മുകളിലേക്ക് 1 സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൈയുടെ ഈ സ്ഥലം ഉപയോഗിച്ച് നമ്മൾ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, കാണുന്ന പോലെ ഇതേപോലെ നന്നായി ഒന്ന് നമ്മുടെ പൊറോട്ട എല്ലാം ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പം എല്ലാം ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ചുട്ടെടുക്കണ്ടേ. അപ്പം നമ്മളിവിടെ ഗ്യാസിൽ നമ്മുടെ ദോശക്കല്ല് നന്നായിട്ട് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി ചൂടായിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. അപ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കാം.
അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു 3-4 എണ്ണം നേരത്തെ ചുട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ അടിക്കുന്നതും കൂടി ഒന്ന് കാണിച്ചു തരാം. 4 സൈഡും ഇതേപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കണം. എന്നാലും നമുക്ക് നല്ല ലെയർ ഇങ്ങനെ വിട്ട് വിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാം, എങ്ങനെ ലെയർ വന്നത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ്, നോക്കിക്കേ, നന്നായിട്ട് ലെയർ വന്നിട്ടില്ലേ. അപ്പൊ ഇതിന് നല്ല കോമ്പിനേഷനാണ് നല്ല ബീഫ് കറി. അപ്പൊ ബീഫും കൂട്ടി നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അവർക്കൊക്കെ പൊറോട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. പൊറോട്ടയും ബീഫും നമ്മൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഓക്കെ, ബൈ, സീ യു.